ഹലോ ഗൈസ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് എൻ്റെ നാട്ടിലെ കല്യാണ പ്രായമായി കഴിഞ്ഞ് നിൽക്കുന്ന രണ്ട് യുവാക്കളുടെ വെഡിങ് റിസപ്ഷൻ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവരെ ഞാൻ എവിടെയോ കണ്ടു ഗൈസ്, ഞങ്ങൾ അവനെ കണ്ടു. ജിമ്മിന് പോകണമെന്നൊക്കെ പറയുന്നുണ്ട്, മാറ്റമൊന്നുമില്ല. ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വളരെ കോയിൻസിഡൻസ് ആയിട്ട് എൻ്റെ ഐശ്വര്യ എൻഗേജ്മെന്റിന്റെ ഒരു സോങ് അവിടുത്തെ പയ്യൻ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പർച്ചേഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പാട്ട് ഓർമ്മയുണ്ടോ? ഈ പാട്ട് ഓർമ്മയുണ്ടോ? ഈ പാട്ട് ഓർമ്മയുണ്ടോ? അതിനുശേഷം നമ്മൾ പോയത് ചപ്പൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേർക്കും. അപ്പോൾ ചപ്പലെടുത്തതിന് ശേഷം അവിടുത്തെ സെയിൽസ്മാൻ നമ്മളോട് പറഞ്ഞു അവിടെ സൈസ് ഔട്ട് ആയ ഷൂകളുണ്ട്, നല്ല ഓഫറിൽ കൊടുക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾ ജിമ്മിലേക്ക് എന്തായാലും ഇടാൻ രണ്ട് ഷൂ എടുക്കാൻ കരുതി അങ്ങനെ ഷൂ ഞങ്ങൾ എടുത്തു. ജിമ്മിലേക്ക് നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള എലഗന്റ് ലുക്കിൽ. ഇതിന് വെറും 320 രൂപ. പറയാൻ നിങ്ങൾ വിശ്വസിക്കുമോ? ഗൈസ്, നമ്മുടെ മഞ്ചേരി തുറക്കൽ ഭാഗത്ത് ഷൂവിൻ്റെ ഓഫറുള്ള ഒരു ഷോപ്പിൽ ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. ദിനുരാജുണ്ട്, ഷാജിത്തുണ്ട്. ഇത് ഇത്രയും കളക്ഷൻസ് ഓഫ് ഷൂവിന് 3 എടുത്താൽ 999 രൂപ. ഇപ്പോൾ 3 പേര് വന്നെടുത്തെങ്കിൽ ഒരാൾക്ക് നമുക്ക് 320 രൂപ കൊടുത്തിട്ട് നല്ല അടിപൊളി കണ്ടോ ഷൂ, കണ്ടോ ഷൂ, കണ്ടോ ഷൂ, കണ്ടോ ഷൂ, കണ്ടോ ഷൂ. ഓ, ഇത് ഷൂ ക്രോക്സ് എലഗൻ്റ് ലുക്കുള്ള പല ജാതി സൈസ് ഷൂകൾ കണ്ടോ. കാണിക്കെടുത്തോ, കണ്ടോ നമ്മളെ ചെക്കുണ്ട് ഇവിടെ. അതങ്ങനെ എടുത്തിങ്ങനെ കൊണ്ടുവരികയാണ്. കാവാലം ചെട്ടി, ഇറുക്കത്തിനും മുറുക്കത്തിനും കാവാലം ചെട്ടി. മാറ്റി എടുത്തു കോഫി. എച്ചോൺ എടുക്കുന്ന സ്പോർട്ടോ. ഞാൻ എടുക്കാൻ പോകുന്നത് ഇവിടെ മാറിയ ഗുൺസേവ. ഫുൾ കിട്ടുന്ന സാധനങ്ങൾ വേണ്ടവർ വന്നാൽ മതി. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ദിനുവിന്റെ വണ്ടി പണി മുടക്കിയത്. അങ്ങനെ ഓല ചതിച്ചു ഗൈസ്, ചാർജ് തീർന്നു, പെരുവഴിയിലായി. സീറ്റിന്റെ അടിയിൽ തൊള. അത് ഞാൻ ഇട്ടോളാം. അതെന്തിനാ? നമ്മൾ വണ്ടി എടുക്കാൻ നേരത്തെ വണ്ടി സ്റ്റാർട്ട് ആയില്ലെങ്കിൽ ഇങ്ങനെ കയറിയിരുന്ന് ഈ തുളയിൽ കൂടി കാലിട്ട് എണീറ്റ് നിന്ന് വണ്ടി തള്ളണം. അങ്ങനെ കറണ്ട് വിഴുങ്ങി കൊടുന്ന ജിബർലൊക്കെ ആയിട്ടായ ഓല ഇതാ കെട്ടിയിട്ട് വാഴത്തണ്ട് പോലെ കിടക്കുകയാണ് ഗൈസ്. പിന്നെ നമ്മളൊന്നും നോക്കില്ല, മുത്തറിന്റെ വണ്ടി കെട്ടിയിട്ട് വലിച്ച് വീട്ടിലങ്ങ് എത്തിച്ചു. അപ്പം അത്രേ ഉള്ളൂ. ബൈ.